കഴിയണം മുസ്ലിമേ. കണ്ണ് നിറഞ്ഞു പോയി 2 റക്അത്ത് നിസ്കരിച്ച സ്ഥലമാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? സ്വർഗമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഖബർ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നന്മതിന്മകൾ തൂക്കിയതിന് ശേഷമുള്ള സ്വർഗമല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ധ്രുവത്തൊപ്പിയണിഞ്ഞ നൈനിറ്റാളിലല്ല, ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്ന കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിലല്ല, മിസിസിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ലണ്ടനിലല്ല, സാൻ ഫ്രാൻസിസ്കോയിലല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ. ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ആ സ്വർഗം എവിടെ നിന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, എന്റെ നേതാവ് നാളെ സിറാത്തിൽ കൈപിടിക്കേണ്ട, നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാണയിച്ചു പോകേണ്ട ഹൗലിന്റെ നായകനെ, വസീലയുടെ നായകനെ, മഖാമ് മഹമൂദിന്റെ നായകനെ, അല്ലാഹുവിന്റെ റസൂല് വുളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു. ആ പ്രവാചകൻ ബാങ്ക് കേട്ടപ്പോൾ വുളു എടുത്തിട്ട് പള്ളിയിലോട്ട് കയറിപ്പോയ സ്ഥലം, ആ പ്രവാചകന്റെ പാപം പതിഞ്ഞ സ്ഥലം. ആ സ്ഥലം എന്താ എന്നറിയുമോ? അല്ലാഹു പറഞ്ഞു, ഇത് ഭൂമിയിലെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഒരു പ്രവാചകൻ നടന്ന സ്ഥലം പോലും സ്വർഗമായി മാറി. ആ ഭൂമിയിലെ സ്വർഗത്തിൽ ഒന്ന് നെറ്റിവെക്കാൻ, അവിടെ ഒന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ വെള്ളക്കാരൻ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ, അറബികൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ഓർത്തുപോയി, ഇവിടെ തിരമാല ഒടുകുമോ? ഇവിടെ തിരമാല ഒടുകുമോ? ആളുകളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ. ഒരു